ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 249 ദിവസം. സൂറത്തുൽ ബഖറ 241, 242. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وللمطلقات متاع بالمعروف حقا على المتقين كذلك يبين الله لكم آياته لعلكم تعقلون. വിവാഹമുക്തരായ സ്ത്രീകൾക്ക് നിയമാനുസൃത ദ്രവ്യോപഹാരം നൽകേണ്ടതാണ്. അത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ ബാധ്യതയാകുന്നു. അപ്രകാരം അള്ളാഹു അവൻ്റെ സൂക്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. നിങ്ങളത് ഗ്രഹിക്കാൻ വേണ്ടിയാണത്. മുകളിൽ 236 സൂക്തത്തിൽ വിവാഹമുക്തകളായ സ്ത്രീകളെ പിരിച്ചയക്കുമ്പോൾ അവർക്ക് മതാൾ നൽകണമെന്ന് മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഖണ്ഡം സമാപിക്കുമ്പോൾ അത് വീണ്ടും ഉണർത്തുകയാണ്. അത് നൽകേണ്ടത് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ കടമയാണെന്നും പറഞ്ഞിരിക്കുന്നു. മനുഷ്യരുടെ സൽഗുണങ്ങളെയും സംസ്കാരത്തെയും ആശ്രയിച്ച് നിലകൊള്ളുന്ന പല കടമകളും ചിലപ്പോൾ ഇഹലോകത്ത് നിയമവൃത്തത്തിന് പുറത്താണെന്ന് വരാവുന്നതാണ്. എന്നാൽ വ്യക്തി സൽഗുണസമ്പന്നനാണെന്നതിൻ്റെ ദൈവിക മാനദണ്ഡം ഇതുപോലുള്ള കടപ്പാടുകളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. സത്യവിശ്വാസികളായ സച്ചരിതരുടെയും ദൈവഭക്തന്മാരുടെയും കടമയാണതെന്ന് പ്രസ്താവിക്കപ്പെട്ട ഒരു കാര്യം നിർവഹിക്കാത്തതിൻ്റെ പേരിൽ ഇഹലോകത്ത് നിയമ നടപടികൾ ഉണ്ടായില്ലെന്ന് വരാം. എന്നുവെച്ച് ഇത്തരം നിയമലംഘനത്തിന് പരലോകത്ത് ഒരു പ്രത്യാഘാതവും ഉണ്ടാവില്ലെന്ന് അർത്ഥമില്ല. മനുഷ്യരുടെ വിശ്വാസത്തിനും സൽക്കർമ്മങ്ങൾക്കും ദൈവഭക്തിക്കും കനം തൂങ്ങുന്നതും ഒരു കനവുമില്ലാതെ ധൂളിയാകുന്നതും ഇതുപോലുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിനെ ആശ്രയിച്ചാണ് സംഭവിക്കുന്നതെന്ന യാഥാർത്ഥ്യം വിസ്മരിക്കരുത്. സംക്ഷിപ്ത പ്രസ്താവനാനന്തരം വിസ്തരിച്ച വിശദീകരണം, ഹ്രസ്വപാഠങ്ങൾക്ക് ശേഷം സ്പഷ്ടവിവരണം, സ്പഷ്ടവിവരണാനന്തരം പ്രസ്പഷ്ടമായ വെളിപ്പെടുത്തൽ എന്ന ക്രമത്തിലുള്ള ഖുർആൻ്റെ ആഖ്യാന രീതി മനുഷ്യർക്ക് ശിക്ഷണം നൽകി സംസ്കരിക്കുന്നതിന് ഏറെ ഉപകാരപ്രദമാണ്. അതിന് അനേകം ഗുണങ്ങളുള്ളതിൽ ഒരു ഗുണം അതുവഴി ദൈവിക ധർമ്മസംഹിതയെക്കുറിച്ച് ചിന്തിക്കാനും പര്യാലോചന നടത്തി അതിൻ്റെ ഫലങ്ങളും സൽഗുണങ്ങളും അതിലെ ഉൾപ്പൊരുളുകളും ദർശനവും ഉൾക്കൊള്ളാനും മനുഷ്യബുദ്ധിക്ക് വലിയ പരിശീലനം ലഭിക്കും എന്നതാണ്. ക്രമപ്രബുദ്ധമായ ഈ ആശയപ്രകാശനത്തിലൂടെ എങ്ങനെയാണ് ധാർമ്മികവും നൈതികവുമായ കാര്യങ്ങളിൽ ധിഷണ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് മാർഗദർശനം ലഭിക്കുകയും പ്രസ്തുത മാർഗത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഭിന്ന സാഹചര്യങ്ങളെ നേരിടാനും പ്രശ്നങ്ങൾ ഗ്രഹിക്കാനും പൊതുവായ തത്വങ്ങളിൽ നിന്ന് എപ്രകാരമാണ് വിശദ പരിഹാരങ്ങൾ നിർദ്ധാരണം ചെയ്യേണ്ടതെന്ന് പഠിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ലഅലക്കും തഅഖിലൂൻ, പരിഹാരങ്ങൾ നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് എന്ന പ്രസ്താവം സൂചിപ്പിക്കുന്നത് ഈ യാഥാർത്ഥ്യമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.